എന്തായാലും അവിടെ പൈപ്പ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിലും എന്നാലും നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു കുപ്പി വെള്ളം ഇരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലോ. മല കയറാൻ പോവാണേ, ഞാനും പപ്പയും മോനും കൂടി ആയിട്ട് മല കയറാൻ പോണത്. ഇപ്പൊ പോവാണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇനി അങ്ങോട്ട് ഓശാന ഞായറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നും തിരക്കായിരിക്കും. അപ്പൊ ആ തിക്കും തിരക്കിന്റെ ഇടയിൽ പോവാൻ അത്ര രസം ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല സമാധാനമായിട്ട് പോയി വരാന്ന് വിചാരിച്ചു. ആയിരുന്ന അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് ഒരു കെട്ട് മെഴുകുതിരി വാങ്ങിച്ചിട്ടായിട്ടും ഞങ്ങൾ കയറുന്നത്. യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ എല്ലാ കൊല്ലം മുടങ്ങാതെ വരുന്ന സ്ഥലമായിട്ടോ മലയാറ്റൂർമല. പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ വരുമ്പോൾ 2 എമ്മണ്ടും കുപ്പി വെള്ളവും അതുപോലെ തന്നെ കൈ നിറയെ ചില്ലറ പൈസ ആയിട്ടായിരിക്കും കേട്ടോ വരാറ്. നമ്മളങ്ങോട്ട് കയറി തുടങ്ങുന്ന സ്ഥലം തുടങ്ങി ഒരു 1ാം സ്ഥലം എത്താൻ ഒരു 3/4 ഭാഗം വരെ നിറച്ച് പെട്ടിക്കടയും അതിൻ്റെ ഒപ്പം തന്നെ നല്ലോണം ഭിക്ഷാടനക്കാരുണ്ടായിരുന്നു. ഭിക്ഷാടനക്കാർക്ക് കൊടുക്കാനായിട്ടോ നമ്മൾ ഈ പൈസ കൊണ്ടുവരുന്നത്. ചിലവർക്ക് സഹതാപമൊക്കെ തോന്നിയിട്ട് ഒന്നിൽ കൂടുതൽ പൈസ ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. ഇപ്പൊ ഭിക്ഷാടനൊക്കെ നിർത്തിയല്ലോ, എത്ര നല്ല കാര്യമാണ്. ഓരോ കൊല്ലം കയറുമ്പോഴും ഓരോ മാറ്റങ്ങളായിട്ടോ കാണാറ്. ഇങ്ങനൊരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. ഓരോ മരത്തിന് ചുറ്റും നിറച്ച് കല്ലുകൾ ഇങ്ങനെ അടക്കിടക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് നേരം നമുക്ക് അതിനകത്തൊക്കെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ ചെയ്യാം. വെള്ള സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ കുപ്പി വെള്ളം കൊണ്ടുവന്നാലും ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്ത് അങ്ങോട്ട് കുടിച്ച് ആ ക്ഷീണമൊക്കെ മാറ്റാം. മലയാറ്റൂർമല കയറാനായിട്ട് പല ഭാഷയിലുള്ള വിശ്വാസികളൊക്കെ ഉണ്ടാവും കേട്ടോ, തമിഴും തെലുങ്കും ഒക്കെ ആയിട്ട്. ഇപ്രാവശ്യം ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങളുടെ ഒപ്പം കുറച്ച് തമിഴും തെലുങ്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. ഓടി ഓടി കയറിയതുകൊണ്ടാന്ന് തോന്നുന്നു അവൻ നല്ലോണം ക്ഷീണിച്ചിട്ടില്ലായിരുന്നു. കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെ പതുക്കെ ആയിട്ട് പിന്നീട് കയറിയത്. വലിയ തിക്കും തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ചെറിയൊരു മഴ കിട്ടിയാലും വലിയ പൊടിയും ശല്യമൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് നമുക്ക് കയറാൻ പറ്റിയിട്ടു. ഓളി ചെന്ന് കഴിഞ്ഞപ്പോൾ നാരങ്ങവെള്ളം സംഭാരമൊക്കെ അങ്ങോട്ട് കുടിച്ചു. ആ ഒരു ക്ഷീണമൊക്കെ മാറ്റി. പണ്ട് ചെറുപ്പത്തിൽ പപ്പ ഇതൊന്നും വാങ്ങിച്ചു തരില്ല, നേരെ പള്ളിവക സ്റ്റാളിൽ പോയിട്ട് ഒരു ചുക്ക് കാപ്പി ബണ്ണും അങ്ങോട്ട് വാങ്ങിച്ചു തരും. അതെന്തോ ഒരു പ്രത്യേക രുചിയായിട്ടോ ആ ബണ്ണിനും ചുക്ക് കാപ്പിക്കും. വേറെ എവിടെ പോയാലും ആ രുചി കിട്ടില്ല. അത്ര വിശന്ന് അവശതയായിട്ട് കയറി വന്നതുകൊണ്ടാണ് തോന്നുന്നു അത്ര രുചിയൊക്കെ ഉണ്ടായത്. ഇവരെനിക്ക് സ്നേഹത്തോടെ തരുന്നത് കുരുമുളക് കേട്ടോ. നേർച്ചയിൽ എനിക്ക് കുരുമുളക് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മലയാറ്റൂർ ഭയങ്കര കാടൊക്കെ ആയിരുന്നു. കാട്ടാനകളുടെ ആക്രമണത്തിൽ ഈ പള്ളിക്കൊക്കെ ഒരു കുത്തൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു. ആ ഒരു തുള ഇപ്പോഴും അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ആനകുത്തിയ പള്ളി എന്നൊക്കെ അറിയപ്പെടുന്നത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ തോമാസ് ലീഹ ധ്യാനിക്കാനിരുന്നത് ഈ മലയുടെ മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മലയ്ക്ക് ഭയങ്കര പ്രത്യേകതകളൊക്കെ തന്നെയാട്ടോ. ആന കുത്തിയിട്ടും ഒരു കുലുക്കം തട്ടാത്ത പള്ളി മാത്രമല്ല, ഒരു അത്ഭുത കിണറുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ വെള്ളമില്ല. പണ്ട് ഇവിടെ തോമാസ് ലീഹ ഇരുന്നപ്പോൾ വെള്ളം ദാഹിച്ച് ഒരു കുത്തു കൊടുത്തപ്പോൾ പാറയിൽ നിന്ന് വെള്ളം ഉണ്ടായെന്നൊക്കെയാണ് വിശ്വാസം. അതുകൂടാതെ തോമാസ് ലീഹയുടെ കാൽപാദങ്ങൾ പാറയിൽ പതിഞ്ഞതിൻ്റെ ഒരു സ്മാരകം കൂടി അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് ശരിക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് അതിന് ചുറ്റും വളയൊക്കെ ഇട്ട് വെച്ചേക്കാണ്. കുറച്ച് നേരം കുരങ്ങന്മാരുടെ കളികളും പിന്നെ ആ കാറ്റൊക്കെ കൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ പതുക്കെ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിട്ടോ. താഴേക്ക് ഇറങ്ങുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം, നമ്മൾ പെട്ടെന്ന് സ്ലിപ്പാവും. കയറുന്നതിനേക്കാൾ അപകടമായിട്ടോ താഴേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് വീണാൽ നമുക്ക് അപകടങ്ങളൊക്കെ പറ്റും. താഴേക്ക് ഇറങ്ങി വന്ന് ഒരു മുളക് ബജിയും കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ മോൾക്കൊരു കുട്ടി പാദസരം വാങ്ങിച്ചു. ആൾക്കാണെങ്കിൽ ഇപ്പോൾ ഓട്ടം നല്ലോണം ഉണ്ട്. അപ്പോൾ എവിടേക്കൊക്കെ പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു കുട്ടി പാദസരമൊക്കെ വാങ്ങിച്ച്. നമ്മൾ കാണാത്തതും കഴിക്കാത്തതുമായ കുറച്ച് മിഠായിസും പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുള്ള മിഠായിസൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോന്നു കേട്ടോ.